ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പൗച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെറും 3 മിനിറ്റ് കൊണ്ട് എങ്ങനെ പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ക്ലോത്തൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എൻ്റെ മോൾക്ക് യൂണിഫോം തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള കട്ട് പീസാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് പൗച്ച് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ എംബ്രോയ്ഡറി വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നമുക്ക് കുട്ടികളുടെ പെൻസിലായാലും പെന്നായാലും ഒക്കെ ഇട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാൻ പീസാണ്, കുറച്ച് കട്ടിയുള്ള തുണിയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ക്യാൻവാസ് വേണം. ക്യാൻവാസ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ക്ലോത്തിൻ്റെ കട്ടി അനുസരിച്ചാണ് കേട്ടോ. നേരിയ തുണിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ക്യാൻവാസ് എടുക്കുക. അതായത് ഷർട്ടിൻ്റെ കോളർക്കൊക്കെ നമ്മൾ വെക്കില്ലേ, ആ ഒരു ക്യാൻവാസ് തന്നെ എടുക്കുക. ഇത് കുറച്ച് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഞാൻ സാധാ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്, ചുരിദാറിനൊക്കെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് വന്നിട്ട് 11 ഇഞ്ചാണ് കേട്ടോ. വിഡ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 11 ഇഞ്ചും വിഡ്ത്ത് 10 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ അളവിലുള്ള 2 പീസ്. അതേ അളവിൽ തന്നെ നമ്മൾ ക്യാൻവാസും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിൻ്റെ ആ ഒരു മിനുസമുള്ള ഭാഗം നമുക്ക് ക്ലോത്തിൽ വെച്ചിട്ട് ക്ലോത്തിൻ്റെ മോശം വശത്ത് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം ക്യാൻവാസിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പീസ് കൂടി വെച്ച് ആ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പം 4 ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു ക്യാൻവാസ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ഇനി ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 11 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നോർമൽ സിബ് എടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. നോർമൽ സിബ് മതി. അതിനുശേഷം ഈ ഒരു സിബ് സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ആ നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള 1/4 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടുള്ള ആ 2 വശവും ഈ സിബിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വശം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിബ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന സെപ്പറേറ്റ് ഫൂട്ടൊക്കെ ഉണ്ട്, അതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നല്ല നീറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ 2 വശവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കുക. കാരണം കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ അവരെന്തായാലും അധികം ഒന്നും അങ്ങനെ സൂക്ഷിക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഇളക്കി വെക്കും. അപ്പോൾ 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ ആ ഒരു സിബ് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എംബ്രോയ്ഡറി വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആ സിബ് സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ ഇങ്ങനെ വെച്ച് ജസ്റ്റ് നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ 2 വശത്തും, അതായത് നമ്മുടെ വിഡ്ത്ത് വന്നിട്ടുള്ള ആ ഭാഗത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 വശത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. അതുപോലെ എക്സ്ട്രാ സിബ് വരുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ആ സിബിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, ഒരു കെട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നീറ്റാക്കി എടുക്കുക. ഇനി നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ആ ഒരു വിഡ്ത്തിൻ്റെ ഭാഗത്ത്. അവിടുന്ന് 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് 4 ഇഞ്ച് വിട്ടതിന് ശേഷം 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക, ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് മാത്രം. കണ്ടോ, ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിങ് ചെയ്ത ഭാഗം വിട്ടിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ വശത്ത് കൃത്യമായിട്ട് 1 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ക്വയറായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ചെയ്യാം. ആ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചും വിഡ്ത്തിൻ്റെ ഭാഗത്ത് 1.25 ഇഞ്ചും വെച്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ട് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്യാം. 4 വശവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ആ ഒരു വിഡ്ത്തിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നമ്മൾ ആദ്യമേ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നല്ല സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുക. അതിന് ശേഷം വീഡിയോയിൽ കാണും പോലെ ഇങ്ങനെ നമ്മുടെ വിരൽ വെച്ച് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. കണ്ടോ, ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയും ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം ഇതുപോലെ എടുത്ത് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അതിന് ശേഷം 4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. ഇപ്പോൾ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന നൂലൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എഡ്ജ് ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ പുറത്തേക്കാക്കി കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്കിതുപോലെ പൗച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് ബാക്കി വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതായത് കുറച്ച് നല്ല ഡിസൈനൊക്കെയുള്ള ക്ലോത്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള പൗച്ചസ് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര യൂസ്ഫുള്ളും ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു അളവ് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സ്പേസ് ഉള്ള ഒരു പൗച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പെൻസിലും പെന്നും അതുപോലെ കുട്ടികളുടെ കളറും ഒക്കെ ഇതിൽ ഇടാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.